ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മെഹന്തി കോൺ റോളിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മെഹന്തി പെരുന്നാൾക്ക് വേണ്ടിയിട്ട് സെല്ലാക്കാനായിട്ട് ആദ്യത്തെ പ്രിപ്പറേഷനാണ് ഈ ഒരു ഷീറ്റ് റോൾ ചെയ്തെടുക്കുക എന്നുള്ളത്. എന്നിട്ട് കോൺസാക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ കോൺ റോളിംഗ് കാണിക്കുകയാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിന് സെയിലാക്കാനായിട്ടുള്ള ഓർഗാനിക് മെഹന്തി. ഇതാവശ്യമുള്ളവർ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കോൺ റോൾ ചെയ്തെടുക്കാനായിട്ടുള്ള ഷീറ്റ്. ഈ ഷീറ്റിന് പറയുന്ന പേരാണ് സെല്ലോഫെയിൻ ഷീറ്റ്. ഇനി ഈ സെല്ലോഫെയിൻ ഷീറ്റ് ഒരു ഫുൾ ഷീറ്റ് എടുത്തിട്ട് അതിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മടക്കിയെടുക്കുകയാണ്. 3 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ കട്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ ഞാൻ 10 ഷീറ്റ് ഒപ്പം വെച്ചിട്ടാണ് കട്ടാക്കിയെടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്നിട്ട് അത് 3 ഭാഗങ്ങളായിട്ട് മടക്കുക. അപ്പോൾ അതിൽ ഓരോ ഭാഗങ്ങളായിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ആ ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലത്തെ നൈഫ് വെച്ചിട്ടും കട്ട് ചെയ്യുക, അതേപോലെ തന്നെ കത്രിക വെച്ചിട്ടും കട്ട് ചെയ്യുക. എനിക്ക് കുറച്ചുകൂടെ ഈസി ഇങ്ങനത്തെ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് പഴയതാണ്, എന്നാലും നല്ല മൂർച്ചയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അങ്ങനെ ഇതാ 3 പാർട്ടും തുല്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ പാർട്ട് എടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്യണം. ആ ഓരോ പാർട്ട് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ മടക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഒന്നുകൂടെ സെൻറ്ററിൽ മടക്കിയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കോൺ ഉണ്ടാക്കാനായിട്ടുള്ള ലാസ്റ്റ് ആ ഒരു ഷീറ്റ് എത്തുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സൈസ് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതിപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ഷീറ്റിൻ്റെ വലിപ്പം. ഒരു കോൺ ഉണ്ടാക്കാനായിട്ടുള്ള ഷീറ്റാണിത്. ആ ഒരു ഷീറ്റ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5x7 ആയിരിക്കും. ഇതുപോലത്തെ 10 പീസ് ഉണ്ട് ഇതിൽ, കാരണം 10 ഷീറ്റ് ഒപ്പം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ മറ്റേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റ് മാത്രം കട്ട് ചെയ്യുന്നേ കാണിക്കുന്നുള്ളൂ. ഇതേപോലത്തെ പല ഡിസൈനിലുള്ള ഒരു 3-4 ഡിസൈന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ ഇപ്പോൾ കട്ട് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ കാണിച്ചു തരാം. ഇതാണ് 4 ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതാണ് ഒരു ഷീറ്റ്. ഇതിപ്പോൾ 25 മൈക്രോൺ ഉള്ളതാണ്. ഇതിൻ്റെ ഒരു കനം അതാണ് പറയുന്നത്. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഹെന്ന കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് 28 മൈക്രോണാണ്. പിന്നെ നമുക്കൊരു സെല്ലോ ടാപ്പ് ഡിസ്പെൻസർ വേണം ഒട്ടിച്ചെടുക്കാൻ. പിന്നെ കോൺസ് റോൾ ചെയ്തിട്ട് ഇടാനായിട്ടൊരു ബോക്സും വേണം. ഞാൻ ഇപ്പോൾ ഒരു പഴയ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കാം. ഇനി ഒരു ഷീറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് 2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഒന്ന് തള്ളവിരലുകൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് കൊണ്ട് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡിൻ്റെ തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ടിപ്പ് ഭാഗത്തേക്ക് ഇങ്ങനെ കൂർപ്പായിട്ട് വരും. എന്നിട്ട് നമ്മൾ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് റൈറ്റ് ഹാൻഡിൻ്റെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മടക്കിയെടുക്കുക. അതേപോലെ തന്നെ ടിപ്പ് നല്ല ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഉള്ളിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് വലിക്കുക. അപ്പോൾ നല്ല ഹൈറ്റിലായിട്ട് വരും. അതേപോലെ തന്നെ ടിപ്പ് നല്ല സ്മൂത്തായിട്ടും കിട്ടും. എന്നിട്ട് ആ ടിപ്പ് ഭാഗം ഒരു ചെറിയ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയ സെല്ലോ ടാപ്പിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ഈ ഷീറ്റിൻ്റെ ലാസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്തും ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കോൺ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം കോൺസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഇടത് കൈ വെച്ചിട്ട് പിടിച്ചിട്ട് വലത് കൈ കൊണ്ടാണ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ കോൺസും റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കോൺ റോളിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ മാഷാ അല്ലാഹ് നമുക്ക് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരാഴ്ച മുമ്പെങ്കിലും നമുക്കതൊക്കെ കൊറിയർ അയച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ആദ്യമായിട്ടുള്ള ഈ ഒരു കോൺ റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ടൈമിൽ മൊത്തം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോൺസ് ഉണ്ടാക്കലും പേസ്റ്റ് ഉണ്ടാക്കലും എല്ലാം കൂടെ തിരക്കായി പോകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കോൺസ് റോൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫ്രീ ടൈം അവിടെ കിട്ടും. പിന്നെ ആ ഒരു തിരക്ക് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത്
വെച്ചിട്ടുള്ള ഷീറ്റ് ഒരു 150 കോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റായിരുന്നു. അപ്പോൾ നോമ്പല്ലേ ഇപ്പോൾ പകൽ ടൈമിൽ ബേബീനെ ഉറക്കിയിട്ട് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഷീറ്റ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആ ടൈം ആകുമ്പോൾ കോൺസ് ഫില്ലാക്കി എടുത്താൽ മതി. പിന്നെ സീലിങ്ങും ബോക്സിങ്ങും പാക്കിങ്ങും ഒക്കെ അല്ലേ, അപ്പോൾ അത് ആ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിന്നത്. അങ്ങനെ ഇത് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പകുതിയോളം ഷീറ്റ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ളായിട്ട് നെയിൽ കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണ്. ഇനി ഹെന്ന കോൺ ഉണ്ടാക്കാനായിട്ടുള്ള യെല്ലോ ഷീറ്റ് റോൾ ചെയ്ത് വെക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പകുതി ആയിട്ടുള്ളൂ, പകുതിയും കൂടെ ആക്കാനുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ ബേബി ഉണർന്നത്. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ സമ്മതിക്കൂല. പിന്നെ അവൻ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഒക്കെ എടുക്കലും പറിക്കലും ഒക്കെ ആയിട്ട് ആ ഒരു പ്രോസസ്സ് അവിടെ നിൽക്കും. എന്നാലും ഞാനവിടെ നിലത്ത് വെച്ചിട്ട് എന്നാൽ ചെയ്തെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ആദ്യം വാക്കറിൽ ഇരുത്തി നോക്കി, പക്ഷെ സമ്മതിക്കണില്ല. പിന്നെ ഞാൻ എല്ലാം കൂടെ തറയിൽ വെച്ചിട്ട് എന്നാൽ കുറച്ചുകൂടെ റോൾ ചെയ്തെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തിട്ട് നിന്നപ്പോഴും അവൻ ആ ഷീറ്റൊക്കെ എടുത്തിട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പരിപാടി അവിടെ നിർത്തി വെച്ചു. ഇനി എപ്പോഴെങ്കിലും ഫ്രീ ടൈമിൽ ഇനി ഇതുപോലെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയായിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ സെയിലിന് വേണ്ടിയിട്ടുള്ള മെഹന്തി കോൺ റോളിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫില്ലിങ്ങും സീലിങ്ങും ഒക്കെ ആയിട്ട് ഒരു നെക്സ്റ്റ് പാർട്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഈ ഒരു മെഹന്തി ആവശ്യമുള്ളവർ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക.